Life is a winding road, no telling where it goes. Driving through days and nights, won't stop for traffic lights. And I really wanna know if ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കിച്ചണിൻ്റെ ഒരു മേക്ക് ഓവർ ആട്ടോ. ചെറിയൊരു കിച്ചൺ മേക്ക് ഓവർ, അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സ്പേസ് സേവിങ് ടിപ്സുകളും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചണിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതിനകത്ത് എൻ്റെ മെയിൻ പ്രോബ്ലം, എനിക്ക് ഫീൽ ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്കിവിടെ താഴെ കർട്ടനൊക്കെ അങ്ങനെ തൂക്കിയിടണം. അപ്പോൾ കർട്ടൻ തൂക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കബേർഡിനകത്ത് വെച്ചിരിക്കുന്ന എല്ലാ വെസൽസും പാൻസ് കാര്യങ്ങളെല്ലാം വിസിബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് അവോയ്ഡ് ചെയ്യണമെന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ നമുക്ക് നെയിലൊന്നും അടിച്ച് അങ്ങനെ പിടിപ്പിക്കാൻ പറ്റില്ല. ഗ്രാനൈറ്റ് പീസുകളാണ് സൈഡിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ നെയിലൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പോൾ നെയിൽ പ്രോപ്പർലി അടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കർട്ടനൊന്നും നമുക്കവിടെ ശരിക്കും ഇടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ അതിൻ്റെ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്യുന്ന ടീമിനെ വിളിച്ചായിരുന്നു. അപ്പോൾ ആ ചേട്ടന്മാർ വന്ന് അതിൻ്റെ അളവ് കാര്യങ്ങളെല്ലാം എടുത്തവർ പോയി കേട്ടോ. അപ്പോൾ അവരുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ ജസ്റ്റ് ഡോറുകൾ മാത്രം വയ്ക്കുക, നമുക്കൊരു കവറിങ് മാത്രം ഉണ്ടാക്കുന്നുള്ളൂടെ. വേറെ നമ്മൾ കബേർഡ് വർക്ക് കാര്യങ്ങളൊന്നും കൗണ്ടർ ടോപ്പിൻ്റെ താഴേക്ക് ചെയ്യുന്നില്ല. പക്ഷേ സെപ്പറേറ്റ് നമുക്കൊരു കബേർഡ് ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടെ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ ഡോറ് മാത്രമേ നമ്മൾ ഫിറ്റ് ചെയ്യിപ്പിക്കുന്നുള്ളൂ, നമുക്ക് കവറിങ്ങിന് വേണ്ടി മാത്രം. അപ്പോൾ അങ്ങനെ അവർ അതൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് ഇതാ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരത് ഫിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു കാർപ്പൻറ്ററിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാർപ്പൻറ്റർ ചേട്ടനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ വന്ന് ഇവിടെ ഒരു സെപ്പറേറ്റ് നമുക്ക് കബേർഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള അളവ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ കിച്ചണിൽ ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു റാക്ക് ഉണ്ടായിരുന്നു, കിച്ചണിലിട്ടിരുന്ന റാക്ക്. അതുമാണ് ഞാൻ ഗ്രോസറി ഐറ്റംസ് എല്ലാം വെച്ചിരുന്നത്. പക്ഷേ അത് നമുക്ക് ഇവിടെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ ഡോറ് പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ആ റാക്ക് ഇവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഗ്രോസറി ഐറ്റംസ്, സ്പൈസസ് ഐറ്റംസ്, അതുപോലെ പാൻ കാര്യങ്ങളെല്ലാം വെക്കാനുള്ള എൻ്റെ ഒത്തിരി സ്ഥലം അവിടെ നിന്ന് പോകണം. അപ്പോൾ പിന്നെ ഞാനത് എവിടെ വെക്കുന്നുള്ളൊരു ടെൻഷനായി. അപ്പോഴാണ് പിന്നെ അങ്ങനെ കബേർഡ് വർക്കിനെ പറ്റി ചിന്തിച്ചത്. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേറ്റ് കബേർഡ് വർക്ക് നമുക്ക് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ അതിൻ്റെ വർക്കൊക്കെ അളവ് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് പോയി കേട്ടോ. നല്ല ചൂടുള്ളൊരു ദിവസമാണ് അവർ ഡോറ് ഫിറ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിലെ ഫാനൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ അതാണ് കേട്ടോ അത്രയും ഒച്ചയൊക്കെ കേൾക്കുന്നത് നിങ്ങൾ. പിന്നെ ഇവിടെ ഡോറുകളെല്ലാം അവർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ വേറെ ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കാർപ്പൻറ്റർ ചേട്ടൻ കബേർഡ് അവരെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കബേർഡിൻ്റെ ഉള്ളു കാണുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇൻസൈഡ് പാർട്ട്. അപ്പോൾ നമുക്ക് ഹൈറ്റുള്ള ബോട്ടിൽസൊക്കെ വെക്കാനായിട്ട് ഇവിടെ 2 ഡ്രോവർ ഇങ്ങനെ ഇത്തിരി ഹൈറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 6 ചെറിയ ഡ്രോവറുകൾ. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെറിയ ബോട്ടിൽസ് അല്ലെങ്കിൽ ബോക്സസ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ അങ്ങനത്തെ 6 ഡ്രോവേഴ്സായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ടുള്ള സ്ലാബിൻ്റെ മുകളിൽ ഒരു ചെറിയ കബേർഡ് വർക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ഇതേപോലെ ഒരു 2 ഡിവിഷനായിട്ട് ഇങ്ങനെ നമ്മൾ ഡ്രോവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവിടെ നമുക്ക് മിക്സിയുടെ ജാറ് കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാൻ അവിടെ, അതുപോലെ വാഷിംഗ് ഐറ്റംസ്, ലിക്വിഡ് കാര്യങ്ങളെല്ലാം വെക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്കിനി പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കബേർഡൊക്കെ ഇത്രയ്ക്കൊക്കെ ആക്കി അവരിട്ടിട്ട് പോയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഞങ്ങളിതാ ഇന്നലെ പ്രൈമർ കൊടുത്തു. ഞാനും ചേട്ടനും കൂടെ പ്രൈമർ കൊടുത്തു കബേർഡിൻ്റെ ഉള്ളിലൊക്കെ. ഇവിടെ എല്ലാം അങ്ങനെ കൊടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പെയിൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ മുകളിലെ കബേർഡിലും മുകളിലെ ഷെൽഫുകളുടെ ഉള്ളിലും ഇതേമാതിരി തന്നെ പ്രൈമറൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. കാരണം പെയിൻറ്റിങ് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വേഗത്തിലൊക്കെ ചീത്തയായി പോയാലോ. അങ്ങനെ പോകുന്നില്ല, ഭയങ്കര സ്ട്രോങ് ആണ്, നല്ല ഹെവി ആയിട്ടുള്ള കബാർഡാണ്. അങ്ങനെ കേടാവാനൊന്നും വഴിയില്ല. എന്നാലും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നപ്പോഴും നല്ലതാണല്ലോ ഉടനൊക്കെ. അപ്പോൾ അതുകൊണ്ട് പെയിൻറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പെയിൻറ്റ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ബ്രൗൺ കളർ കേട്ടോ, ബ്രൗൺ കളറ്, നെരോലാക്കിൻ്റെ ബ്രൗൺ കളർ പെയിൻറ്റ്. അപ്പോൾ അതാവുമ്പോൾ നമ്മുടെ ഈ ഡോറുകളുടെയൊക്കെ ആ സെയിം കളർ വരും. പിന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറൊക്കെ എപ്പോഴും ഇവിടെ പുറത്ത് തന്നെ ഇരിക്കണം. കാരണം ഇതിൻ്റെ പൈപ്പ് ഇങ്ങനെ പോയിരിക്കുന്നത് ഹോള് ആ സൈഡിൽ കൂടെയാണ്. അപ്പോൾ അതവർ നാളെ വന്നിട്ട്
ഇതിൻ്റെ ഹോള് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സിലിണ്ടർ കടത്തി കബേർഡിൻ്റെ ഉള്ളിലേക്ക് സിലിണ്ടർ കടത്തി വെക്കുമ്പോൾ ഉള്ളിക്കോടെ തന്നെ അതിൻ്റെ ഹോള് വരാവുന്ന രീതിയിൽ അവർ നാളെ അവിടെ ശരിയാക്കി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അതിന് ശേഷം മാത്രമേ നമുക്ക് സിലിണ്ടറിനെ കബേർഡിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. ആകെ മൊത്തത്തിൽ ഒരു ബസ്സായി കിടക്കണം കിച്ചൺ. ഇനിയിപ്പോൾ ഞാനും ചേട്ടനും കൂടെ ഇവിടേക്കൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ പ്രൊഫഷൻ പെയിൻറ്റിംഗ് ഒന്നുമല്ല, പക്ഷേ എന്തായാലും വീട്ടിലേക്ക് നമുക്കിപ്പോൾ 2 ചെറിയ കബേർഡുമ്പോൾ കൊടുക്കാൻ ചെറിയ രീതിയിലൊക്കെ ചെയ്താൽ മതിയല്ലോ. ഏറ്റക്കുറച്ചിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ പറ്റുന്ന മാതിരി അറിയുന്ന മാതിരിയൊക്കെ ഞങ്ങൾ പെയിൻറ്റ് ചെയ്യാൻ പോവാം. നമ്മുടെ ഈ കബേർഡിനൊന്നും ഇപ്പോൾ ഡോറ് വെച്ചിട്ടില്ല. ഇപ്പോൾ ഇതിനും ഇതേപോലെ ഇവിടെ താഴെ വെച്ചിരിക്കുന്ന ഡോർ പോലത്തെ തന്നെ ഡോറ് ഇതിനും വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്ലാസ് ഒന്നും നമ്മൾ എഴുതിപ്പിക്കുന്നില്ല. നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിലാണ് ചെയ്യുന്നത്. ഗ്ലാസ്സൊക്കെ ആകുമ്പോൾ അവർ പറഞ്ഞാൽ കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ പ്ലെയിൻ ഗ്ലാസ് കിട്ടും, കുറച്ചും കൂടെ വില കുറഞ്ഞത്. പ്ലെയിൻ ഗ്ലാസ് ആകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വെച്ചാൽ എല്ലാം കാണും. അപ്പോൾ പിന്നെ നമ്മൾ എന്തൊക്കെ പാത്രങ്ങൾ, മസാല കാര്യങ്ങൾ എന്തൊക്കെ വെക്കുന്നു എല്ലാം പുറത്തേക്ക് വിസിബിൾ ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഡോർ വയ്ക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കവറിങ് മാതിരിയുള്ള നമ്മൾ ഡോർ വയ്ക്കുന്നത്. അപ്പോൾ അതായത് പിന്നെ ഈ കളർ തന്നെ വെക്കാമെന്ന് വെച്ചാൽ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഇതും കോസ്റ്റ്ലി തന്നെയാണ്, എന്നാലും ഗ്ലാസിൻ്റെ അത്രയ്ക്ക് വരില്ല. ഞങ്ങൾ ആദ്യം ഓർത്തത് വിൻഡോയുടെ ഗ്ലാസ് ഉണ്ടല്ലോ, വിൻഡോയുടെ ഗ്ലാസ് പോലത്തെ ഗ്ലാസ് വെപ്പിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞത് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്ലാൻ മാറ്റി ആ കബേർഡിനും അതുപോലെ തന്നെ ഈ കബേർഡിനും രണ്ടിനും നമ്മൾ ഡോറ് വയ്ക്കും. അപ്പോൾ നാളെ അവർ വന്ന് ഡോറ് വയ്ക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് ഇന്ന് ഞങ്ങൾക്ക് പെയിൻറ്റിങ് തീർക്കണം. ഇന്നൊരു ഹോളിഡേ കിട്ടിയത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി അതെല്ലാം കഴിഞ്ഞ് സെറ്റായി. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ മുൻപ് നമ്മളിവിടെ കെട്ടിത്തക്കിയിട്ട് കിടന്ന കർട്ടനുണ്ടല്ലോ, ആ കർട്ടനൊക്കെ അഴിച്ചെടുത്ത് അതെല്ലാം ഇങ്ങനെ വിരിച്ച് മൂടി കിട്ടേക്കണം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇനി പെയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം ചരണ്ടിയൊക്കെ കളയണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. നമുക്ക് അത്രയും ടൈമില്ല. ഇന്ന് ഒരു ഹോളിഡേ കിട്ടിയത് ഭാഗ്യം. അപ്പോൾ ഇന്ന് അങ്ങനെ ഈ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണം. ഞാനും ചേട്ടനും കൂടെ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഉച്ചവരെ ചെയ്യാനുള്ളൊരു പണിയുള്ളൂ. അപ്പോൾ ഇന്ന് ഉച്ചവരെ ആകുമ്പോഴേക്കും ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടന്ന് നല്ലപോലെ ഡ്രൈ ആയിക്കോളും. അപ്പോൾ നാളെ അവരൊന്ന് ഡോറ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തിൽ ഇതിനകത്ത് ഐറ്റംസൊക്കെ എടുത്തു വയ്ക്കുക, നമ്മുടെ ബോട്ടിൽസ് കാര്യങ്ങളെല്ലാം. ഇപ്പോൾ അവിടെ കിച്ചണിലുണ്ടായിരുന്ന മസാല ബോട്ടിൽ കാര്യങ്ങളെല്ലാം വേറെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജോലി ആരംഭിക്കാം. ചേട്ടനപ്പോൾ ഇതാ മുകളിലുള്ള കബേർഡിൻ്റെ പെയിൻറ്റിങ് ഏറ്റെടുത്തിട്ടുണ്ട്. ചേട്ടൻ മുകളിലത്തെ കബേർഡ് ഇതാ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സമയത്ത് താഴെയുള്ള കബേർഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ കോട്ടിങ്ങൊക്കെ നമ്മൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ, 2 കോട്ടിങ്ങൊന്നും വെച്ച് കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഇതാ ഈ ഡോറുകളൊക്കെ പിടിപ്പിച്ചതുകൊണ്ട് തന്നെ കിച്ചണിൽ ചെറിയൊരു ടേബിൾ ഉണ്ടായിരുന്നു, ആ ടേബിളും മാറ്റേണ്ടി വന്നു. അതുപോലെ തന്നെ റാക്കും മാറ്റേണ്ടി വന്നു. ടേബിൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ടേബിൾ മാറ്റി. പിന്നെ ടേബിളിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റാക്ക് മാറ്റേണ്ടി വന്നു. അപ്പോൾ പിന്നെ നമുക്ക് വേറെ കബേർഡില്ല ഐറ്റംസ് എല്ലാം വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു പ്ലാനിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നിയർ അബൌട്ട് 2 ആഴ്ച എടുത്തു കേട്ടോ. ഒരു വർക്കേഴ്സൊക്കെ ഡെയിലി ഒന്നും വരാറില്ല, അവർക്ക് സമയം കിട്ടുമ്പോഴേക്കല്ല അവർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ ബൈബിൾ റൈറ്റിങ്ങും എല്ലാം കൂടെ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ അങ്ങനെ വർക്കുകളെല്ലാം എന്താ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കബേർഡിൻ്റെ പെയിൻറ്റിങ് എല്ലാം ഒരുവിധം തീർത്തിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഉണങ്ങാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും എന്തായാലും നല്ലപോലെ ഉണങ്ങി കിട്ടും. ഇവിടുത്തെ കബേർഡായാലും നല്ലപോലെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഓരോ കോട്ടിങ് പെയിൻറ്റിങ് അപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഡബിൾ കോട്ടിംഗ് ഒന്നും കൊടുക്കുന്നില്ല, ഒരേ കോട്ടിങ്ങിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. നമ്മൾ കബേർഡിൻ്റെയൊക്കെ ഉള്ളിലല്ല ഇപ്പോൾ കൊടുക്കുന്നത്, ധാരാളം മതി. അപ്പോൾ ഇത്രയും പെയിൻറ്റിങ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് പരിപാടി തീർന്നു. ഇനി നമുക്ക് നാളെ അവർ വന്ന് ഇതിൻ്റെ ഡോറും കൂടെ ഫിറ്റ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ അവർ നെക്സ്റ്റ് ഡേയിൽ വന്ന് ഡോറ് ഫിറ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കബേർഡിനും ഡോറ് വെക്കണം. പിന്നെ അതുപോലെ തന്നെ സ്ലാബിൻ്റെ മുകളിലുള്ള ആ കബേർഡിനും ഡോറ് വെക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിനെ നമുക്ക് കബേർഡിൻ്റെ ഉള്ളിൽ കടത്തി വെക്കുമ്പോൾ ഗ്രാനൈറ്റുമേ ഹോൾ ഇടാനുള്ള ആ ഒരു മെഷീൻ അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് അവർ ആ മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർക്കും കൂടെ ഇന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് സിലിണ്ടർ കബേർഡിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് കബേർഡ് അടയ്ക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ആ വർക്കും കൂടെ ഇന്ന് അവർ ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരുപാട് ദിവസത്തെ ആ ഒരു ഇതിൻ്റെ പുറകിലുള്ള ഓട്ടം ഇന്ന് അവസാനിച്ചു എന്ന് പറയാം. കാരണം പല ദിവസങ്ങളായിട്ട് ഞാനും കിടന്ന് ബുദ്ധിമുട്ടായിരുന്നു കിച്ചണിൽ. കാരണം നമ്മുടെ സ്പൈസസ് കാര്യങ്ങളെല്ലാം നമ്മൾ വേറെ റൂമിലാണ് വെച്ചിരുന്നത്. അതെല്ലാം നമുക്ക് കിച്ചണിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ വേറെ റൂമിലിരിക്കുമ്പോൾ നമുക്ക് ഓരോ കറി ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ ഒരു തോരനൊക്കെ ഉണ്ടാക്കുന്ന
ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ ഐറ്റംസ് ചായ ഉണ്ടാക്കണമെങ്കിലും എല്ലാത്തിനും നമ്മൾ അവിടെ പോയി എടുത്തുകൊണ്ട് വരണം. പിന്നെ ആവശ്യം കഴിയുമ്പോൾ അവിടെ കൊണ്ടുവന്ന് വെക്കണം. കാരണം ഇവരിങ്ങനെ എന്നും മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ വന്ന് വർക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പം ഒരുവിധം വർക്കുകളെല്ലാം അവർ തീർത്ത് ഒക്കെ എല്ലാം സെറ്റപ്പാക്കി ചെയ്ത് തന്നിട്ട് ഇതാ അവർ പോയി കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം വീടല്ല, ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിരിക്കുന്ന ക്വാർട്ടേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മുടെ പേഴ്സണൽ പൈസ എടുത്ത് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ചെറിയൊരു കിച്ചൺ മേക്ക് ഓവറാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കിച്ചൺ കബേർഡൊക്കെ ഇതാ അവർ സെറ്റാക്കി തന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഉള്ളിൽ പെയിൻ്റൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ പെയിൻ്റെല്ലാം നല്ലപോലെ ഉണങ്ങി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ കുറച്ച് പേപ്പർ ഇങ്ങനെ അടിയിൽ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള വൈറ്റ് ഷീറ്റാണത്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലെ മാറ്റ് കേട്ടോ. അപ്പോൾ ഇത് കളറൊക്കെ പോയി ഇങ്ങനെ ഒത്തിരി പഴയതായി വൈകിയ 3-4 കൊല്ലം നമ്മൾ യൂസ് ചെയ്തു. പക്ഷേ കേടൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും നല്ല ആ ഒരു കട്ടിയിൽ തന്നെ ഇത് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇത് തന്നെ വിരിച്ചിടാം. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് രീതിയൊക്കെ പാകത്തിനാണ്. നീളം ഇത്തിരി കൂടുതലുണ്ട്. അപ്പോൾ നീളം നമുക്ക് 2 സൈഡിലും ഇത്തിരി ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ കയ്യിൽ 4 ഷീറ്റ് ഉണ്ട്. ഞാൻ ഫ്രിഡ്ജിന് വേണ്ടി വേറെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതെടുത്ത് ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ വൈറ്റ് പേപ്പർ പോലെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ചിലതൊക്കെ ഇതാ അങ്ങനെ ചെറിയൊരു കട്ടൊക്കെ വന്നിട്ടുണ്ട്. വെറുതെ നമ്മൾ ഒത്തിരി പൈസ വേസ്റ്റ് ആക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെയൊക്കെ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഇടുന്നുണ്ട്. ഇതാണെങ്കിൽ നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ഇതന്നെ വിരിച്ചിടാന്ന് വിചാരിച്ചതാ. ഇതാണ് കേട്ടോ വിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു 6 ചെറിയ ഷെൽഫുണ്ട്. അപ്പോൾ 6 ചെറിയ ഷെൽഫിലേക്ക് ഞാൻ എന്താ ഈ വൈറ്റ് പേപ്പറാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ബോട്ടിൽ കാര്യങ്ങളെല്ലാം വെച്ച് കഴിയുമ്പോൾ നന്നായി സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇതിപ്പോൾ നമ്മൾ ഒന്നും വെച്ചിട്ടില്ല ഇപ്പം, അതുകൊണ്ടാണ് ഇത്തിരി സൈഡിൽ നിന്ന് ഇങ്ങനെ പൊന്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ അടുത്ത കബേർഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഞാൻ ആ വൈറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് മുകളിലും താഴത്തെ തട്ടിലും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കബേർഡിൻ്റെ മാഗ്നറ്റ് പീസ് ഉള്ളതുകൊണ്ട് ഇത്രയും സ്ഥലം നമുക്കൊന്ന് ഒഴിച്ചിട്ടിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും സെറ്റായിട്ടുണ്ട്. നമ്മുടെ മുകളിലത്തെ ഷെൽഫിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്തേക്കുള്ളതൊക്കെ എനിക്ക് ചേട്ടൻ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ചേട്ടൻ ഈ രീതിയിൽ പേപ്പറൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഷെൽഫിലും അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ 2 സ്റ്റാൻഡ് ഉണ്ട്. ഞാൻ പണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഒരു 3-4 കൊല്ലെങ്കിലായിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ട്. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് കേട്ടോ. ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇതിനിപ്പോഴും നല്ല സ്റ്റേബിളാണത്. അപ്പോൾ ഇതിന് നമ്മുടെ കബേർഡിനകത്ത് ഉള്ളിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലും അതേപോലെ തന്നെ താഴെയും ഒരുപാട് ഐറ്റംസ് വെക്കാം. അപ്പോൾ ഞാൻ ആ രീതിയിൽ വെക്കാമെന്ന് ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേ സ്പേസ് സേവ് ചെയ്യും. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ സ്പേസ് സേവിങ് ടിപ്സും കൂടെ കാണാം. കാരണം ഞങ്ങളുടെ കിച്ചൺ വളരെ ചെറിയൊരു കിച്ചണാണ്, നിങ്ങൾക്കൊക്കെ അറിയാലോ. ഈ ചെറിയൊരു കിച്ചണിൽ നമ്മൾ ഉള്ള സ്ഥലം വെച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ഈ 2 സ്റ്റാൻഡും കൂടെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മുടെ 2 സ്റ്റാൻഡും അടിയിൽ കബേർഡിനകത്തേക്ക് ഇതാ ഈ രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ പേപ്പറും കൂടെ ജസ്റ്റ് വിരിച്ചിട്ടിട്ട് വയ്ക്കാം. അല്ലെ ജസ്റ്റ് അതേപോലെ തന്നെ നമുക്ക് ബോട്ടിലെടുത്ത് വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുകളിൽ ഈ ഒരു സ്പേസ് ഞാൻ കിച്ചൺ കൗണ്ടർ ടോപ്പ് തന്നെയായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചേക്കണേ. ഇവിടെ നമുക്ക് നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ ഇങ്ങനെ വെസൽസ് കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കണമെങ്കിൽ, കുക്ക് ചെയ്തിട്ടൊക്കെ എന്തെങ്കിലും എടുത്ത് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ടിഫിൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ അങ്ങനത്തെയൊക്കെ പെട്ടെന്നൊക്കെ ഒന്ന് എടുത്ത് വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കബേർഡിൻ്റെയും കൗണ്ടർ ടോപ്പിൻ്റെയും ഇടയ്ക്കായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്തായാലും നമ്മുടെ ഉരുളക്കിഴങ്ങ് സബോളയുടെയൊക്കെ ആ ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചേക്കണം. പിന്നെ ഏറ്റവും അടിയിൽ തട്ടിൽ ഞാൻ മീൻകറിയൊക്കെ വയ്ക്കുന്ന ചട്ടി വെച്ചിരിക്കുന്നതാണ്. കാരണം അവിടെ ആകുമ്പോൾ പിന്നെ ആരുടെയും കൈയും കാലും ഒന്ന് തട്ടി പൊട്ടുന്ന പ്രശ്നമില്ല. പിന്നെ അടുത്ത് ഞാൻ എന്താ ഇവിടെ ഇതേപോലത്തെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഈ ബോക്സിനകത്തേക്ക് ഞാൻ എന്താ ചെറിയ ഒരു ടിഷ്യൂ പേപ്പർ ഇതാ വെച്ച് കൊടുക്കണം. ഇത് നമുക്ക് നമ്മുടെ ഓയിൽ ബോട്ടിലൊക്കെ വെക്കാനുള്ള ഒരു ബോക്സ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ബോട്ടിലുകൾ ഇതാ വെച്ച് കൊടുക്കണം കേട്ടോ.
ഇതിനകത്താവുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓയിലൊക്കെ ബോട്ടിൽ നിന്നൊക്കെ താഴേക്കൊക്കെ വന്നാൽ പോലും ഈ ടിഷ്യൂ പേപ്പറുമേ ആവുള്ളൂ. അപ്പോൾ നമുക്കത് ടിഷ്യൂ പേപ്പർ മാറ്റി വീണ്ടും യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഈ രീതിയിൽ ഞാൻ ഓയിൽ ബോട്ടിലൊക്കെ ഈ ഒരു ബോക്സിനകത്ത് വെച്ചിട്ടാണ് കബേർഡിനകത്തേക്ക് വെക്കുന്നത്. ഇനി ഇതാ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ നൈഫ് കാര്യങ്ങളെല്ലാം ഇങ്ങനത്തെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ബോക്സിലാട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച 3 സ്പാച്ചുലയുണ്ട്. അപ്പോൾ ഇതും കൂടെ വെക്കണം കേട്ടോ. ഇതിപ്പോൾ അടുത്തിടയ്ക്ക് വാങ്ങിച്ചതാണ് പുതിയ 3 സ്പാച്ചുല. അപ്പോൾ ഇതും കൂടെയൊക്കെ വെച്ച് നമുക്ക് ഇതും കബേർഡിനകത്തേക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ വെക്കാനായിട്ട് നമ്മൾ പുതിയതായിട്ടൊരു പ്ലേസ് കാണേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ വേസ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒത്തിരി കണ്ടെയ്നേഴ്സ് ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെയും സ്റ്റീലിൻ്റെയൊക്കെ ഒത്തിരി, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയൊക്കെ ഒത്തിരി ബോട്ടിലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ രീതിയിൽ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി സ്പേസും സേവ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ മണിയും സേവ് ചെയ്യാം. നമ്മൾ അതെല്ലാം വെറുതെ പോയി ഇത് വെക്കാനുള്ള ഒരു കണ്ടെയ്നറൊക്കെ വാങ്ങിക്കുന്നതിലും നല്ലത് ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ച് നമുക്ക് സ്പേസ് സേവ് ചെയ്ത് കബേർഡിനകത്ത് നമുക്ക് സേഫായിട്ട് ഇത് എടുത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഓയിൽ ബോട്ടിലൊക്കെ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ആദ്യം ഇരിക്കുന്ന ഓയിൽ ബോട്ടിൽ ഇതാണ് എനിക്ക് എപ്പോഴും ആവശ്യമുള്ളത്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ വയ്ക്കുക. പിന്നെയുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പ് ആവശ്യമുള്ളതാണ്. അടുത്തത് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനകത്ത് വെളിച്ചെണ്ണയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ കറിയിൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഏറ്റവും പുറകിലേക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ സ്പാച്ചുലയുടെ ആ ഒരു ബോക്സ്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കണം ഈ സൈഡിലായിട്ട്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൺ അങ്ങനെ ഒരു ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ റെഡ് കളറിൽ നമ്മൾ കൗണ്ടർ ടോപ്പും ഒട്ടിച്ചിരിക്കുന്ന ഇതേ സെയിം റെഡ് കളറിലെ വാൾപേപ്പർ ഇതുമേ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ 4 ചുറ്റും നമ്മുടെ കൗണ്ടർ ടോപ്പ് പോലെ തന്നെ റെഡ് കളറിൽ കിടക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഷീറ്റ് റെഡ് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ റെഡ് കളർ ഞാൻ കൊടുത്തേക്കണേ അത് ഇതിൻ്റെ ആ ഒരു സെയിം തന്നെ നോക്കിയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ വന്നിരിക്കുന്നത് എങ്ങനത്തെയെന്ന് അറിയില്ല, ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. പിന്നെ ഇവിടെ കാണുന്ന ഒരു കുറച്ച് വൈറ്റ് പ്ലെയിൻ ഏരിയ ഉണ്ട് ഇവിടെ അടുത്തൊക്കെ. ഈ ഒരു മുകളിലേക്കൊന്നും നമ്മൾ ഒട്ടിക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഏരിയ. അപ്പോൾ ഇവിടേക്ക് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളറിലെ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് റെഡ് അല്ല, ഇത് വൈറ്റ് ആണ്, പ്യുവർ വൈറ്റ് കളറ്. അപ്പോൾ ഇത് നമുക്ക് ഒട്ടിക്കേണ്ട ഐറ്റമാണ്. ചിലത് നമ്മൾ ആമസോണിൽ നിന്ന്, ചിലത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ചിലത് മീഷോയിൽ നിന്ന് അങ്ങനെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടും ഇതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നതാണ്. പിന്നെ എന്തായാലും നമ്മൾ കിച്ചണിലെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പുതുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ലൈറ്ററും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇലക്ട്രിക് ലൈറ്ററാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പറ്റുന്ന പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇതുമോ പവർ ബട്ടൺ ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ വേറെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കിത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. ഞാൻ ഉപയോഗിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ ഇത് മെൽത്തതായി ചാർജിങ് ലൈറ്റ് ഓൺ ആയിരിക്കും. ഇത് മാസത്തിൽ ഒരിക്കൽ ചാർജ് ചെയ്താൽ മതി. ബാക്കി 30 ഡേയ്സ് ഒരു ദിവസം നമ്മൾ ചാർജ് ചെയ്താൽ നമുക്ക് ഫുൾ മന്ത് ഇത് വർക്ക് ചെയ്യാനുള്ള ചാർജ് ഇതുമേ ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കാനും ഒക്കെ പറ്റുന്ന ടൈപ്പ് ഐറ്റമാണ്. എനിക്കിഷ്ടമായി ഇത്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കാണിച്ചാൽ മതി, അപ്പം തന്നെ ഫ്ലെയിം ഓൺ ആയിക്കോളും. തുമ്പ് നിങ്ങൾ കാണുന്നില്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണിത്. ആവശ്യം കഴിയുമ്പോൾ നമുക്കിത് ബാക്കിലോട്ടാക്കി ഇത് ഓഫാക്കി വയ്ക്കാം. പിന്നെ ഇവിടെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന വേറൊരു ഐറ്റം, ഞാനിപ്പോൾ മസാലകൾ കുറച്ച് ഡെയിലി യൂസിനൊക്കെ വേണ്ടത് ഇവിടേക്ക് സെറ്റാക്കിക്ക് വരുന്നുള്ളൂ. അപ്പോൾ പെട്ടതിനൊക്കെയുള്ള ആവശ്യങ്ങൾക്കുള്ളതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ വലിയ സ്റ്റാൻഡ് കൊണ്ടുവന്ന് വയ്ക്കാൻ ഇവിടെ സ്പേസ് കുറവാണ്. അപ്പോൾ ഇവിടേക്കായിട്ട് ഞാൻ ചെറിയൊരു സ്റ്റാൻഡ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. ഇതെനിക്ക് ഡിവൈഡർ ആയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിനകത്ത് ഇങ്ങനെ 6 കള്ളികളുണ്ട്. അപ്പോൾ എല്ലാത്തിലേക്കുള്ള സ്പൂൺ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് നമുക്ക് എപ്പോഴും എടുക്കേണ്ട ഐറ്റംസൊക്കെ ഇതിനകത്ത് വയ്ക്കുക, അല്ലെങ്കിൽ വേറെ മസാല ഐറ്റംസുകൾ എന്തെങ്കിലുമൊക്കെ ഇതിനകത്തൊക്കെ ഇങ്ങനെ നമ്മളിട്ട് ഇവിടെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്പേസ് ഒത്തിരി ലാഭിക്കാം. നമ്മൾ ഒത്തിരി ബോട്ടിലുകളായിട്ട് വയ്ക്കുന്നതിനേക്കാളും ഈ ഒരു ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കറിയിലേക്ക് ഇടേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇതിനകത്ത് കിട്ടാം. അല്ലെങ്കിൽ നമുക്ക് മസാല ഐറ്റംസ്, സ്പൈസ് ഐറ്റംസും വെക്കാമല്ലോ. കുരുമുളക്, ജീരകം, കറുകപ്പട്ട, ഏലക്കായ, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ എല്ലാത്തിനും വേറെ വേറെ സെപ്പറേറ്റ് സ്ഥലം കളയേണ്ട. ഇതാവും അങ്ങനെ ഒതുങ്ങി ഇതാവും ചെറിയ ബോക്സ് ആയിട്ടിരിക്കും. എല്ലാത്തിലേക്കുള്ള സ്പൂണും ഉണ്ട്. ഇത് ഒത്തിരി കോസ്റ്റ്ലി ഒന്നുമല്ല, എനിക്കിത് വില കൊണ്ടും ഓക്കെ ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ പറ്റുന്ന ലിങ്ക് കിട്ടുന്നതിൻ്റെയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിരിക്കാം. ഇനി കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ ഓർഡർ കൊടുത്തത് വരാനുണ്ട്. ഇവിടേക്കുള്ള റാക്ക് വന്നിട്ടില്ല. റാക്ക് വരണമെങ്കിൽ
നമുക്ക് അധികമായിട്ട് വേണ്ട മസാലയൊക്കെ ഞാൻ ഓർത്തു അതുമോ വയ്ക്കാമെന്നു. പിന്നെ പെട്ടെന്ന് ഡെയിലി യൂസിന് പറ്റിയ ഇത് നമുക്ക് വട്ടത്തിലുള്ള ഒരു ടിഫിൻ ഉണ്ട് സ്റ്റീലിൻ്റെ, അതിനകത്തും ഇതിനകത്തൊക്കെ ആയിട്ട് വയ്ക്കുക. അപ്പോൾ സ്പേസ് കുറേ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പേപ്പർ ഒട്ടിക്കണം, അതുപോലെ തന്നെ ഈ വോളുമേ പേപ്പർ ഒട്ടിക്കണം. അപ്പോൾ അതിൻ്റെ ജോലികളിലേക്ക് ഇനി കിടക്കണം. പിന്നെ ഇവിടെ നല്ല അടിപൊളി ഫ്രിഡ്ജ് മാറ്റ് വാങ്ങിയേക്കുന്നത് കേട്ടോ ഞാൻ. ഇതും നല്ല രസമല്ലേ, ഇത് എനിക്കിഷ്ടമായി. 4 എണ്ണം ഫ്രിഡ്ജ് മാറ്റ്. അപ്പോൾ നമ്മുടെ പഴയ ഫ്രിഡ്ജ് മാറ്റാണ് ഞാൻ ഈ ഡ്രോവറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഇപ്പോൾ വെക്കാനില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് 4 എണ്ണം. ഇതാണ് നമ്മുടെ വാൾപേപ്പർ. ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന കളറും ഞാൻ ഓർഡർ കൊടുത്തിരിക്കുന്ന കളറും തമ്മിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മൊബൈലിൽ നിന്ന് നമ്മൾ സൈറ്റിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു റെഡ് കളറാണ്. ഇവിടുത്തെ ഇതാണ്. ചെറിയ ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്, അത് കുഴപ്പമില്ല. ഇത് ഞങ്ങളിവിടെ ഇനി ഒട്ടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷീറ്റ് ഹാഫ് കട്ട് ചെയ്ത് ഇതിൽ നിന്ന് ഹാഫ് കട്ട് ചെയ്ത് ഇവിടെ മുകളിൽ ഇപ്പോൾ ഇത്രയും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയൊരു കഷ്ണത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇവിടെ ഈ സൈഡിൽ താഴെ കൊടുക്കാനുണ്ട്. ഇവിടെ താഴെ അതും കൊടുക്കണം. അതിനുശേഷം വേണം നമുക്ക് മുകളിലേക്കുള്ള വൈറ്റും കൂടെ ഒട്ടിക്കാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നിങ്ങളെ വൈറ്റും കൂടെ കാണിച്ചു തരാം കേട്ടോ. വൈറ്റ് നമ്മൾ പൊട്ടിച്ചില്ലായിരുന്നല്ലോ, അപ്പോൾ വൈറ്റും കൂടെ ഇതാ പൊട്ടിച്ച് കാണിച്ചു തരാം. വൈറ്റാണ് ഓർഡർ കൊടുത്തിരുന്നത്. ഇനിയിപ്പോൾ വന്നപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല. ഇത് നമ്മൾ 7 ഷീറ്റാണ് ഓർഡർ കൊടുത്തിരുന്നത്. എത്രത്തോളം വേണ്ടി വരും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. അപ്പോൾ ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഇവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ വൈറ്റ് ഷീറ്റ്, കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ വോളൊക്കെ ആകെ മുഷിഞ്ഞ പോലെയൊക്കെ ആയി. അപ്പോൾ ആദ്യം നമ്മൾ റെഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് വൈറ്റ് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ വാൾപേപ്പറൊക്കെ ഇവിടെയൊക്കെ നല്ലപോലെ തന്നെ ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നെ വൈറ്റ് പേപ്പർ നമുക്ക് ഒട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് പേപ്പർ നമ്മൾ ഇത്രയും ഒരു ഏരിയയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുറച്ച് ഏരിയയിൽ നമ്മുടെ ഓൾറെഡി മുൻപത്തെ വാൾപേപ്പർ ഒരു കുറച്ച് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ മോളിക്കോടെയായിട്ട് നമ്മൾ ഒട്ടിച്ചേക്കണത്. അത് കളഞ്ഞിട്ടില്ല, അതിൻ്റെ മോളിക്കോടെ തന്നെ നമ്മൾ ഒട്ടിച്ചതായി ഈ ഒരു ഏരിയ പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാൾപേപ്പർ ഒട്ടിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഇവിടേക്കുള്ളൊരു സ്റ്റാൻഡ് വരണം. അപ്പോൾ സ്റ്റാൻഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് അത് മെൽക്കി വെക്കേണ്ട മസാല കാര്യങ്ങളെല്ലാം അത് മെൽക്കി വെക്കാമെന്ന് വിചാരിക്കണം. അത് എത്തിയിട്ടില്ല. ഇനി എല്ലാം ഇതിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പണിയൊക്കെ ഇനി പെൻഡിങ് ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പയ്യെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. നമ്മളിത് പല ദിവസങ്ങളായിട്ട് എടുക്കുന്ന വീഡിയോ ഞാൻ മുൻപ് പറഞ്ഞല്ലോ. അപ്പോൾ പല ദിവസങ്ങൾ, കാരണം നമുക്ക് എന്നും സ്കൂളിൽ പോകണം, ആകെ സൺഡേ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ സൺഡേയിൽ അങ്ങനെയൊക്കെ നോക്കി ഞാൻ കിട്ടുന്ന സമയത്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് അറിയാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടാവും. നമ്മളിങ്ങനത്തെ ഈ ഒരു കബേർഡ് ഇവിടെയും പിന്നെ ഇതിനുള്ള ഡോറുകളെല്ലാം ഫിറ്റ് ചെയ്തതും പിന്നെ മുകളിലത്തെ ഇത്രയും ഒരു ഫിറ്റിങ്ങിന് മാത്രം നമുക്ക് ആയിരിക്കുന്നത് 21,000 ആണ് കേട്ടോ. 15,000 എന്നൊക്കെ പറഞ്ഞ് ഒക്കെ എത്തിയെങ്കിലും അത് ചെയ്തു വന്നിപ്പിക്കും. ഇതിൻ്റെ ഡോറും കൂടെ പിടിപ്പിക്കേണ്ട ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ 21,000 ആയി. അങ്ങനെ നമ്മുടെ ടോട്ടൽ കിച്ചൺ വർക്കിനായിരിക്കുന്നത് 21,000 ആണ്. അപ്പോൾ എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു കർട്ടൻ കാര്യമൊക്കെ നമ്മളിവിടെ തൂക്കിക്കൊണ്ടിരുന്നത് അതൊക്കെ മാറ്റാൻ പറ്റി. കാരണം ഇവിടെ നിന്ന് നമുക്കങ്ങനെ ആണിയൊന്നും അടിക്കാനുള്ള അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ല. ഇവിടെ ആണി അടിക്കാനൊന്നും പറ്റുന്ന അങ്ങനത്തെ കണ്ടീഷനല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡോർ കൊടുക്കാൻ തന്നെ പറ്റുള്ളൂ. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളിവിടെ കർട്ടനൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ എന്തായാലും കർട്ടനൊക്കെ മാറ്റി ഇപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ സെറ്റിംഗ്. ഇനി റാക്ക് വരുമ്പോൾ ഞാൻ ഫൈനൽ സെറ്റിംഗ് അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഫോൾഡബിൾ കിച്ചൺ റാക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു റാക്കാണ്, പക്ഷേ നമുക്ക് നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഇത് നല്ലപോലെ സ്യൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ 2 എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ഓർഡർ കൊടുത്തായിരുന്നു. അപ്പോൾ 3-in-1 എയർ ടൈറ്റ് കണ്ടെയ്നർ ആട്ടത്. അപ്പോൾ ഇതിനകത്താകുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് മസാലാസൊക്കെ ഇട്ട് വയ്ക്കാം.
അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ 2 ബോക്സ് ഓർഡർ കൊടുത്തായിരുന്നു, അതും കിട്ടി. അപ്പോൾ അതും നമ്മളിതാ ഇവിടെ ഈ റാക്കിലേക്ക് വെക്കുന്നുണ്ട്. ഈ റാക്ക് നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ, അതേപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനും എളുപ്പമാണ്. അപ്പോൾ 2 സൈഡിലും ഫോൾഡ് ചെയ്യാനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്യേണ്ടെന്ന് തോന്നുന്ന ആ സമയത്ത് നമുക്കിത് ഫോൾഡ് ചെയ്തെടുത്ത് വെക്കുകയും ചെയ്യാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി റാക്കാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട്, അതുപോലെ ബ്ലാക്ക് കളറുണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ബ്ലാക്ക് ആട്ടോ. ഇതിൻ്റെ വൈറ്റും വേണമെങ്കിൽ അത് നമുക്ക് ഓൺലൈനിൽ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ കിച്ചണിൻ്റെ ഫൈനൽ ലുക്ക് ആട്ടോ ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൺ മേക്ക് ഓവർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു കരുതുന്നു. എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം ഞാൻ പറ്റുന്ന പോലെയൊക്കെ അടക്കി ഒതുക്കി ഒക്കെ വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നമ്മൾ സുജാത മിക്സിയൊക്കെ വാങ്ങിച്ച് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പിജിയണിൻ്റെ എയർ ഫ്രയറും കിട്ടി. ടീച്ചേഴ്സ് ഡേ ഗിഫ്റ്റായിട്ട് അതും കിട്ടി. അപ്പോൾ അങ്ങനെ അത് ഞാൻ കിച്ചണിൽ ഇവിടെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. മിക്സി യൂസ് ചെയ്യേണ്ട സമയത്ത് മിക്സി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എയർ ഫ്രയർ യൂസ് ചെയ്യേണ്ട സമയത്ത് എയർ ഫ്രയർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എയർ ഫ്രയർ ഇവിടെ വെച്ച് എനിക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കിച്ചണിൽ ഇവിടെ സ്ലാവുമേലേക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇൻഡക്ഷൻ കുക്കറുണ്ട്, അതാണല്ലോ നമുക്ക് കൂടുതൽ എപ്പോഴും വേണ്ട ഐറ്റം. അപ്പോൾ അത് ഞാൻ താഴെ വെച്ചിട്ട് എയർ ഫ്രയറിന് ഇവിടെ മുകളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ സ്പൂണ് കാര്യങ്ങളെല്ലാം വെക്കാൻ അത് ഒരു ചെറിയ കപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്കങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ ഒരു കപ്പിൽ വേണ്ട നൈഫ് അതുപോലെ തന്നെ സ്പൂൺ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വലിയ സ്പാച്ചുല കാര്യങ്ങളെല്ലാം ഇവിടെ ഇതിനകത്ത് ഈ ഒരു ഓർഗനൈസറിൽ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കിച്ചൺ ഫുള്ളി സെറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കിച്ചൺ മേക്ക് ഓവർ വീഡിയോ. അപ്പോൾ ഇത് കുറേ ഒരു ദിവസം മാത്രം വർക്കൊന്നല്ല കേട്ടോ, ഒത്തിരി ദിവസങ്ങൾ കൊണ്ടാണ് നമ്മളിത് ചെയ്തത്. കാരണം ഈ വർക്കുകളെല്ലാം ഒന്ന് തീർന്നു കിട്ടാൻ ഒത്തിരി ദിവസങ്ങൾ പിടിച്ചു നമുക്ക് അറേഞ്ച് ചെയ്യാനും, അതുപോലെ ഇതിൻ്റെയൊക്കെ കബേർഡ് വർക്ക് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ടൈം എടുത്തായിരുന്നു. അപ്പോൾ എന്തായാലും ഫൈനലായി. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നു കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.